ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയായി. ഈ യാത്രയിൽ നമ്മളോടൊപ്പം വിധികർത്താക്കളായി ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, മിസ്റ്റർ സി പി നായർ, കൂടാതെ പത്മപ്രിയയും. സുസ്ഥിര വികസനത്തിന്റെ സജ്ജമായ മാതൃകകൾ വികസിപ്പിച്ചെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ. ഈ യാത്രയിൽ ഇന്ന് നമ്മളോടൊപ്പം മത്സരാർത്ഥികളായി കൂടുന്നു ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം ചെറിയനാട് പഞ്ചായത്ത്. പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ വാസുദേവൻ, ശ്രീ എം എ ശശികുമാർ, പ്രൊഫസർ ലാലു വർഗീസ്, ശ്രീ കെ ആർ സുമേഷ്, ശ്രീമതി മേരി തോമസ്. ചെറിയനാട് പഞ്ചായത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സർ പ്ലീസ്. നമുക്ക് ആ ഗ്രാമത്തിനെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇഷ്ടപ്പെടുക? ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ അച്ചൻകോവിലാറിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് ചെറിയനാട്. അവിടെ 2 വൈസ് ചാൻസലർമാർ, ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എ വി വർഗീസ്, ഇപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ ജെയിംസ് എന്നിവരുടെ നാടാണ്. അതുപോലെ തച്ചുശാസ്ത്രത്തിലെ ലോകപ്രശസ്തമായ, പഴയ ആളുകൾ പറയുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തച്ചുകല ഇടവങ്കാട് ആശാരിമാരുടെയാണെന്നാണ്. അതിന് പ്രസിദ്ധിയാർജ ദേശമാണ് ചെറിയനാട്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ നന്മ നിറഞ്ഞ ഗ്രാമക്കാഴ്ചകളിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലാണ്. ആലപ്പുഴയുടെ ജലഭംഗി മുഴുവൻ ഒപ്പിയെടുത്ത ഒരു ചെറിയ ഗ്രാമപഞ്ചായത്ത്. ജനസംഖ്യയാണെങ്കിൽ ആകെ 26,000-ന് താഴെ, വിസ്തൃതിയോ 14 ചതുരശ്ര കിലോമീറ്റർ. പ്രധാന ഉപജീവന മാർഗം കാർഷിക വൃത്തി തന്നെ. അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള ഒരു മനോഹരമായ ഗ്രാമപഞ്ചായത്താണ് ചെറിയനാട് ഗ്രാമപഞ്ചായത്ത്. 60% ജനങ്ങൾ ആശ്രയിക്കുന്നത് കൃഷിയെയാണ് ഉപജീവന മാർഗമായി. പിന്നെ മാത്രമല്ല, കാർഷിക സംസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ കൊല്ലക്കടവ് മാർക്കറ്റിനെ കുറിച്ച് പറയാതെ വയ്യ. രാജഭരണകാലത്തോളം പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് കൊല്ലക്കടവ് മാർക്കറ്റിനും. ആലപ്പുഴയിലെ മറ്റേത് ഗ്രാമവും പോലെ മത്സ്യബന്ധനവും കൃഷിയും കാലി വളർത്തലും ഒക്കെയായി സാധാരണക്കാരന്റെ പച്ചയായ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നു ചെറിയനാട് പഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ വേറിട്ടൊരു കഥ പറയാനുണ്ടാവും തീർച്ച. അപ്പൊ സാറേ, വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ ലോകത്തിനോട് മുഴുവൻ പറയാനുള്ളത്? ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ പഞ്ചായത്താണ് ചെറിയനാട്. രാജ്യത്ത് ആദ്യമായി ഒരു പഞ്ചായത്ത് കോടതി സ്ഥാപിച്ച് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്താണ് ചെറിയനാട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സഹായത്തോടുകൂടി കേരളത്തിലൊരു ഗ്രാമപഞ്ചായത്തിൽ ഒരു നിയമ എയ്ഡ് ക്ലിനിക്ക് സ്ഥിരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് ചെറിയനാട്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ നിയമസാക്ഷരത സിസ്റ്റമാറ്റിക്കായി വീട് കയറി പഠിപ്പിച്ച് എക്സാമിൻ നടത്തി മാർക്കിട്ട്
അതിൻ്റെ രജിസ്റ്റർ സൂക്ഷിച്ചിരിക്കുന്ന സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്താണ് ഇന്ത്യയിലെ. ഇനി ഞാൻ കണ്ട ചെറിയനാട് കാഴ്ചകൾ. കൊച്ചിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ആലപ്പുഴയാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ കുഞ്ഞു 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 പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ കുഞ്ഞു പ്രശ്നങ്ങൾ കാര്യമായാലോ ചുറ്റാറുണ്ട്. ഇതുപോലെ ഈ ചുറ്റൽ പലപ്പോഴും ചെന്നു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ട കോടതി വരാന്തയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തുകാരെ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത ഗ്രാമപഞ്ചായത്താണിത്. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ കാഴ്ചകളിലൂടെ ഒരു പഞ്ചായത്തിന്റെ വികസന തീരുമാനങ്ങളും മീറ്റിങ്ങുകളും അജണ്ടകളും ഒക്കെ നടപ്പിലാകുന്നതും തീരുമാനിക്കപ്പെടുന്നതും ഈ മുറിക്കുള്ളിലാണ്. എന്നാൽ ഒരു കാര്യം, ശനിയാഴ്ചകളിൽ ഈ മുറിക്ക് മറ്റൊരു മുഖമുണ്ട്. ന്യായാധിപന്മാരും കുറ്റപത്രവും ഒത്തുതീർപ്പും സാക്ഷി വിസ്താരവും ഒക്കെയായി ഒരു കോടതിയുടെ രൂപഭാവങ്ങൾ ഉൾക്കൊള്ളും ഈ മുറി. അതെ, ശനിയാഴ്ചകളിൽ ഈ പൊതുയോഗ ഹാൾ ചെറിയനാടിന്റെ പഞ്ചായത്ത് കോടതിയാകുന്നു. തർക്കങ്ങളും വ്യവഹാരങ്ങളും വ്യക്തിബന്ധങ്ങളെ ബാധിക്കാതെയും സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതെയും എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതിന് ഉത്തരമാണ് ചെറിയനാട് പഞ്ചായത്ത് കോടതി. ചെറിയനാട് 25/11/2009 ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി മുൻപാകെ പൊയ്യക്കിഴക്കേതിൽ PG രാജൻ ബോധിപ്പിക്കുന്ന അപേക്ഷ. ഈ കോടതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമാണ്. ഇവിടെ രേഖാമൂലം ലഭിക്കുന്ന പരാതികൾ ഒരു പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു. ലഭിക്കുന്ന പരാതികളെപ്പറ്റി അതത് വാർഡിലെ മെമ്പർമാർ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം എന്നത് നിർബന്ധമാണ്. ശേഷം നോട്ടീസ് അയച്ച് 2 കക്ഷികളെയും വിളിപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 2 പഞ്ചായത്ത് അംഗങ്ങൾ, ഇവരെ കൂടാതെ റിട്ടയർഡ് അധ്യാപകർ, SP എന്നിങ്ങനെ സമൂഹത്തിലെ പ്രഗത്ഭരായ 5 പേർ എന്നിവരെല്ലാം കൂടി ചേർന്നതാണ് ഈ കോടതി. ഈ കമ്മിറ്റി പരാതികളും വാദങ്ങളും കേൾക്കുകയും ഇരു കൂട്ടരോടും സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഇരു കക്ഷികളെയും കൊണ്ട് ഒപ്പിടിയിക്കുകയാണ് അടുത്ത പടി. തീരുമാനം ഇരു കൂട്ടരും അയൽക്കാരും ബന്ധുക്കളുമാണ്. കുടിവെള്ളത്തിന് ദോഷകരമായി വൃക്ഷങ്ങളോ വൃക്ഷശിഖരങ്ങളോ ഉണ്ടായെന്ന പഞ്ചായത്ത് കോടതി അംഗങ്ങൾ സ്ഥലം സന്ദർശിക്കുമ്പോൾ ബോധ്യപ്പെട്ടാൽ എതിർ കക്ഷി വെട്ടിമാറ്റേണ്ടതാണെന്ന് കോടതി നിർദ്ദേശിച്ചു. കക്ഷികൾക്ക് കോടതി നടപടിക്കായി യാതൊരുവിധ സാമ്പത്തിക ചെലവും ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ചെറിയനാട് പഞ്ചായത്ത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന 99% കേസുകളും രമ്യമായി പരിഹരിക്കപ്പെടുന്നു. ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് 2002 ലീഗൽ സർവീസ് അതോറിറ്റി അമെൻമെന്റ് ആക്ട് പ്രകാരം നിയമസാധുത നൽകിയിട്ടുണ്ട്. എന്നുമാത്രമല്ല, പഞ്ചായത്ത് കോടതിയിൽ രാജിയായ കേസിന്മേൽ പിന്നീട് അപ്പീല് പോകാനും സാധിക്കില്ല. വിശദമായ വാദം കേൾക്കലും സാക്ഷി വിസ്താരവും ഒക്കെ കഴിഞ്ഞ് ഈ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ കോടതി ഇന്നത്തേക്ക് പിരിയുകയാണ്. നീതി നിർവഹണത്തിൽ നേരിടുന്ന കാലതാമസം പലപ്പോഴും സാധാരണക്കാർക്ക് നീതി നിഷേധത്തിന്റെ ഫലമാണ് ഉണ്ടാക്കുക. എന്നാൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ മറ്റൊന്നാണ്. ഇവിടെ ഏത് വ്യവഹാരവും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യവഹരിക്കപ്പെടുന്നു, തീർപ്പ് കൽപ്പിക്കപ്പെടുന്നു. അതെ, നമ്മുടെ ചേട്ടൻ തന്നെ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ ചേട്ടാ, താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? എൻ്റെ അമ്മായിയച്ഛൻ 12 സെന്റ് വസ്തു ഒറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒറ്റി ദേഹണ്ണം പറഞ്ഞു തന്നിരുന്ന ഒറ്റിയാണ്. അതിനകത്ത് ഊഷരഭൂമിയായിട്ടായിരുന്നു തന്നിരുന്നത്. അത് വളരെ ഫലഭൂയിഷ്ടമായി കഴിഞ്ഞപ്പോഴേ ഒറ്റി ഒഴിയണമെന്ന് പറഞ്ഞ കേസ് കൊണ്ട് കൊടുത്തത്. ചെങ്ങന്നൂർ മുനിസിപ്പൽ കോടതിയിൽ, മാവേലിക്കര ജില്ലാ കോടതിയിൽ, എറണാകുളം ഹൈക്കോടതിയിൽ ഇങ്ങനെ ആരോഹണ അവരോഹണ ക്രമത്തിൽ 40 വർഷം ദുർവ്യവഹാരം നടത്തി പീഡിപ്പിച്ച കേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറുനാട് പഞ്ചായത്തിൽ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ ആ കേസ് കുറഞ്ഞ സമയം കൊണ്ട് 40 വർഷം കേസ് കുറഞ്ഞത് ഇപ്പോൾ ചെറുനാട് പഞ്ചായത്ത് ആഫീസ് വെച്ച് തീർക്കുകയും ചെയ്തു. ഇതിനെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. അത്ര നല്ല സുത്യർഹമായ ഒരു കാര്യമാണ്